പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ 2023-24 വർഷത്തെ കേരളത്തിലെ ഗവൺമെന്റ് കോളേജുകളിലും എയ്ഡഡ് കോളേജുകളിലും അതുപോലെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലുമുള്ള 3 വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ ആപ്ലിക്കേഷൻ ജൂൺ 14 മുതൽ 30 വരെയുള്ള ഡേറ്റുകളിൽ നൽകാവുന്നതാണ്. ഈ 3 വർഷത്തെ ഡിപ്ലോമ കോഴ്സിലേക്കുള്ള അഡ്മിഷൻ നിങ്ങൾക്ക് 10th സ്റ്റാൻഡേർഡിൽ ലഭിച്ച സ്കോറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊരു ഇൻട്രോ വീഡിയോ മാത്രമാണ്. വിശദമായ വീഡിയോകൾ നിങ്ങൾക്ക് ചാനലിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്ലൈ ചെയ്യുവാനായി SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 100 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 200 രൂപയുമാണ് ആപ്ലിക്കേഷൻ ഫീസ് വരിക. എയ്ഡഡ് കോളേജുകളിലും അതുപോലെ സെൽഫ് ഫിനാൻസ് കോളേജുകളിലുമുള്ള മാനേജ്മെന്റ് കോട്ട സീറ്റിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ആ കോളേജുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്ലൈ ചെയ്യുന്നവർക്ക് അഡ്മിഷന് വേണ്ടി മാക്സിമം 30 ഓപ്ഷനുകൾ മാത്രമാണ് നൽകാൻ വേണ്ടി സാധിക്കുക. ഈ 3 വർഷത്തെ റെഗുലർ കോഴ്സിന് പകരം 2 വർഷത്തെ കോഴ്സിലേക്കും വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ +2 പാസ്സായവരായിരിക്കണം. അതായത് ലാറ്ററൽ എൻട്രി വഴി 2ാം വർഷത്തേക്കാണ് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുക. അങ്ങനെ 2 വർഷത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് 3 വർഷം കോഴ്സ് പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന അതേ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ലഭിക്കുക. ലാറ്ററൽ എൻട്രി ആപ്ലിക്കേഷനുള്ള നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടില്ല. ലഭ്യമായാൽ അത് ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നതായിരിക്കും. പോളിടെക്നിക് ഡിപ്ലോമ കഴിയുന്ന വിദ്യാർത്ഥികൾക്കുള്ള മറ്റൊരു ഗുണം അവർക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രി കോഴ്സുകളിലേക്ക് 2ാം വർഷത്തേക്ക് ലാറ്ററൽ എൻട്രി ലഭിക്കുന്നതായിരിക്കും. പക്ഷേ അതിലേക്ക് അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെറിയൊരു എൻട്രൻസ് എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചിട്ടുണ്ട് എങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.